പ്രോത്സാഹിപ്പിച്ച് കൈയടിച്ചാൽ എൻ്റെ ഈ കലാവിരുന്നിന് വലിയൊരു അഭിനന്ദനമായിരിക്കും. ആദ്യമായി മലയാളത്തിലെ ഗോഡ് ഫാദർ എന്ന സിനിമയിലൂടെ മലയാളത്തിലെ ഗോഡ് ഫാദറായ ശ്രീ NN പിള്ള. ഞാൻ പഴയ നോക്കി മറക്കണു. എന്തൊക്കെയാണോ മറക്കേണ്ടത്? എന്റെ ഭാര്യ കുഞ്ഞിലക്ഷ്മി ഈ കൈകളിൽ കിടന്ന് പടഞ്ഞമർത്തിക്കണോ? പൗരോഹിത്യത്തിലെ ഒരു പറയാൻ താൻ പറഞ്ഞില്ലേ എന്റെ ഭാര്യ അവനോട് കല്യാണം കഴിച്ചില്ല, എന്റെ ഈ മുറ്റത്തൊരു കുഞ്ഞിക്കാലി വേണ്ടിയില്ല. ഇതെല്ലാം ഞാൻ മറക്കലുള്ളൂ. ഇതൊന്നും ഈ 500 മറക്കലുള്ളൂ. ആ തളയും മക്കളെയും നശിപ്പിച്ച് ഈ 500 ശവം ചാമ്പലാവൂ. താങ്ക് യു. അടുത്തതായി തെന്നിന്ത്യൻ സിനിമാ താരം ഉലക നായകൻ കമലഹാസന്റെ ശബ്ദമാണ്. கண்மணி அன்போட காதலன் நான் எழுதும் கடிதமே. பொன்மணி உன் வீட்டு சௌக்கியமா? நான் இங்க சௌக்கியமே. கண்மணி நான் முன்னாடி சொன்னேன்ல, கண்மணி என்ற இடத்துல பொன்மணின்னு போட்டுக்கோ. பொன்மணி உன் வீட்டு சௌக்கியமா? நான் இங்க சௌக்கியமே. താങ്ക് യു. അടുത്തതായി മലയാളത്തിന്റെ സൂപ്പർ താരം നമ്മുടെ പത്മശ്രീ മോഹൻലാൽ. ആകാശത്തിന്റെ ചോട്ടിലെ ഏതും മണ്ണനാടും ഈ ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണിയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തും എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അത് ആർക്കും നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ പൊളിച്ചടുക്കും ഞാൻ പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങല കെട്ടിക്കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്. അതിനെ ഉണർത്തരുത്. ഉണർത്തിയാൽ അത് അവന്റെ കുഴികൊത്തലിന് സമമാവും. ഓക്കെ, താങ്ക് യു. അടുത്തതായി മലയാളത്തിന്റെ തന്നെ നരസിംഹ എന്ന സിനിമയിലൂടെ വില്ലൻ കഥാപാത്രങ്ങൾ ശോഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട നടൻ NF വർഗീസ്. എന്തു ചോടാ ഈ മണപ്പുറത്ത് നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കാണുമ്പോ ഞാൻ എന്റെ അച്ഛന്റെ ശേഷക്രിയ ചെയ്യാമെന്നതായിരുന്നു. അന്ന് നീ എന്നെ തടയാനും ഞാൻ തോറ്റ് തിരിച്ചുപോയി. പക്ഷേ ഞാൻ പറഞ്ഞിട്ടാ പോയത്, നിനക്കും ഒരു ദിവസം വരുമെന്ന്. സ്വന്തം തന്തയുടെ എല്ലിൻ കഷ്ണവും ചാരവുമായി നീയും ഇവിടെ വരുമെന്ന്. നീ പക്ഷേ അച്ഛന്റെ കാലിലെ നഖം വെട്ടിത്തരാം, ചെവിയിലെ പൂട പറിച്ചു തരാം എന്നൊക്കെ വീരസ്യം പറഞ്ഞ് എന്നെ കളിയാക്കി. നിന്നെ ഇവിടെ എത്തിച്ചു കാലം അല്ല, ഈ ഞാൻ തന്നെ. കൂട്ടിക്കിഴിച്ചു നോക്കിയ ലാഭം എനിക്കാ, വിജയം എന്റേതാടാ. താങ്ക് യു. അടുത്തതായി മലയാളത്തിന്റെ തന്നെ മലയാള സിനിമയ്ക്ക് തെളിവ് കുറിച്ചാർത്തിയ മലയാളത്തിലെ പ്രിയപ്പെട്ട നടൻ തിലകൻ സാർ. ഞാൻ ആരാ അറിയോ നിനക്ക്? അണലീന്റെ കൂട്ടിക്കിടന്ന മൂർഖനാ. മൂർഖൻ പെട്ടെന്നൊന്നും കൊത്തില്ല. കൊത്തിയാ പിന്നെ അവന്റെ കാര്യം കുറച്ച് കഷ്ട. ഓക്കെ, താങ്ക് യു. എന്റെ ഈ കൊച്ചു വിമിക്കൽ ഇത്ര നേരം കേട്ട് ആസ്വദിച്ച നിങ്ങൾക്ക് ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി.